ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു ചെറിയ വീഡിയോ ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ മലയാളം സിനിമയിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അത് കണ്ടു, പക്ഷേ അത് കാണുവാനിടയായത് ഇന്ത്യയിൽ വെച്ചല്ലെന്ന് മാത്രം. എന്തായാലും ഇന്ത്യൻ കിച്ചൺ ആ മൂവി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് ബേർഡൻ ഓഫ് ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ്, ആ സ്ത്രീകൾക്കുള്ള ആ ബുദ്ധിമുട്ടിനെ കുറിച്ച്, ആ ബേർഡനെ കുറിച്ച്, മാനേജിങ് ഹൗസ് ഹോൾഡ് ചോർസ്, അതൊക്കെ എല്ലാം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഏതായാലും അതിൽ നിന്ന് ഏതാനും പോയിൻറ്റ്സ് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണ്. അതായത് അതിൻ്റെ അവസാനം നോക്കുമ്പോൾ ക്ലൈമാക്സിൽ അതിലുണ്ടായിരുന്ന ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ ഒരു സീൻ കാണിക്കുന്ന, അന്ന് കിച്ചണിൽ മാത്രം ഒതുങ്ങിയിരുന്ന ആ ടീച്ചറായിരുന്ന ഡാൻസ് ടീച്ചറാണ്. അവർ ഇൻഡിപെൻഡൻ്റായിട്ട് ഒരു കാറിൽ വന്നിട്ട് എക്സ് ഹസ്ബൻഡിനോട് സംസാരിക്കുന്നതായിട്ടും അവർ വന്നിട്ട് ആക്ച്വലി അവരുടെ ഇൻഡിപെൻഡൻ്റായിട്ട് അവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുത്ത് അവർക്ക് അവരുടെ ടാലൻറ്റിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽ ആസ്പിരേഷൻസ് ആൻഡ് ഡിസയേഴ്സ് അതെപ്പോഴും നമ്മൾ പുറകിൽ വെച്ചിട്ടാണ് നമ്മൾ സോഷ്യൽ എക്സ്പെക്റ്റേഷനും ആ ഒരു മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മളുടെ സ്വയമായിട്ടുള്ള എല്ലാ കഴിവുകളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും മാറ്റി വെച്ചിട്ടാണ് മുക്കാലും എല്ലാ സ്ത്രീകളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നുള്ളതാണ്. ചെറിയ ചെറിയ സ്റ്റെപ്സ് മതി അത്. പക്ഷേ അതിൽ മാറ്റം അത് പിറ്റേ ദിവസം തന്നെ വന്നില്ലെങ്കിലും സ്ലോലി അത് നമുക്ക് യൂസ് ആകുമെന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ഫസ്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നത്, ലേൺ ടു വർക്ക് സ്മാർട്ട് നോട്ട് ഹാർഡ്. നമ്മൾ സ്മാർട്ടായിട്ട് ജോലി ചെയ്യാൻ പഠിക്കുക, ഹാർഡായിട്ടല്ല, ഹാർഡ് വർക്ക് ചെയ്യാനല്ല. എല്ലാ കാര്യങ്ങളും എങ്ങനെ അത് സിംപ്ലിഫൈ ചെയ്ത് സ്മാർട്ടായിട്ട് ടൈം സേവ്, നമുക്ക് സ്ട്രെസ് ഇല്ലാതെ, നമ്മളുടെ ശരീരത്തിന് വലിയ ഇതൊന്നും കൊടുക്കാതെ, ഹാർഡ്ഷിപ്പ് കൊടുക്കാതെ നമുക്ക് എങ്ങനെ ചെയ്യാം, ബ്രില്യൻ്റായിട്ട് കാര്യങ്ങളെ സ്മാർട്ടായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആ ഒരു സ്റ്റെപ്പ് പഠിക്കുക. ഇപ്പോൾ നമുക്ക് ഇതൊക്കെയും എല്ലാം വന്നിട്ട് ChatGPT നോക്കിയാൽ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ജെമിനിയോട് ചോദിച്ചാൽ പറഞ്ഞു തരും, ഇല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. സകല കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കിട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒത്തിരി ഭാഗ്യമുള്ളവരാണ്. നമുക്ക് മുമ്പ് ജീവിച്ച തലമുറയെ ആലോചിച്ച് നോക്കിയാൽ അവർക്കൊന്നും വലിയ കാര്യമായിട്ടുള്ള എക്സ്പോഷറൊന്നും ഇല്ലായിരുന്നു. എന്നാലും അവർ സന്തോഷമായിട്ട് ജീവിച്ചു, ഈ ലോകത്തിൽ നിന്നും കടന്നുപോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ടേക്ക് പേഴ്സണൽ കെയർ. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം നമ്മുടെ സ്വന്തമാണ്. അത് വേറെ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കത്തുമില്ല, അതിനുവേണ്ടി ആരും പ്രയത്നിക്കത്തുമില്ല. അപ്പം നമ്മളുടെ സെൽഫ് കെയർ നമ്മൾ തന്നെ എടുക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ റെസ്റ്റ് എടുക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻ എടുക്കുന്നതാവാം, മെഡിസിൻ അല്ലെങ്കിൽ നമ്മൾ വ്യായാമം ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ ഹൈജീനിക്കായിട്ട് നമ്മുടെ ബോഡി കൊണ്ട് നടക്കുന്ന വെൽ ഡ്രസ്സ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആഭരണങ്ങൾ ഇടുന്നത്, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നത്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അങ്ങനെ നമ്മളുടെ സെൽഫ് കെയർ ചെയ്ത് നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് കറക്റ്റായിട്ടുള്ള ആഹാരം കഴിക്കുക, വിശ്രമിക്കുക, വ്യായാമം ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പെടുമെന്നുള്ളതാണ്. അടുത്തത് വന്നിട്ട് സമയത്തിന് വില കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഗീവ് വാല്യൂ ഫോർ ടൈം. ടൈം എന്ന് പറഞ്ഞാൽ അത് നത്തിങ് ബട്ട് മണിയാണ്, പണം തന്നെയാണത്. നമുക്കറിയാമല്ലോ, അവർലി പേയ്മെൻ്റ് ഉണ്ട്, വീക്ക്ലി പേയ്മെൻ്റ് ഉണ്ട്. അതെല്ലാം വന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ സമയം നമ്മൾ വേസ്റ്റാക്കി ഒരിക്കലും കളയല്ല. അതായത് എല്ലാ മനുഷ്യർക്കും ഈക്വലായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ടൈം. അപ്പോൾ അത് വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിച്ചാൽ, പ്രോപ്പർ യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ടൈം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. അങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ നമ്മൾ വാല്യൂ കൊടുത്തിട്ട് നമ്മുടെ ടൈമിനെ യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്,
നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് പൈസ റിസർവ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. അതായത് റിസർവ് മണി ഫോർ പേഴ്സണൽ നീഡ്സ്, നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക്. കുടുംബത്തിൻ്റെ ആവശ്യമല്ല പറയുന്നത്, നമുക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള ആവശ്യങ്ങൾ പലതും കാണും. അതിനു വേണ്ടി നമ്മൾ അല്പം പണം മാറ്റി നമുക്കായിട്ട് സേവ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പാണ് അവോയ്ഡ് ആങ്സൈറ്റി. എന്ത് സംഭവിക്കും എന്നുള്ള ആ ഒരു ചിന്ത, അതായത് ആകുല ചിന്ത, അത് നമ്മൾ എപ്പോഴും മാറ്റി വെക്കണം. ഈ ആങ്സൈറ്റിയിൽ നിന്നാണ് നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരുന്നത്. ആങ്സൈറ്റി റിലേറ്റഡായിട്ട് പല രോഗങ്ങളും നമ്മളെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് നമ്മുടെ ശരീരത്തെ മാത്രമല്ല നമ്മുടെ മനസ്സിനെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക് എടുക്കണം. വർക്കിൽ നിന്നൊരു ബ്രേക്ക് എടുക്കണം. എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കാതെ കുറച്ച് സമയം അത് ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യണം. നമ്മുടെ ശരീരത്തിനും മനസ്സിനും അത് ആവശ്യമാണ്. അതുപോലെ തന്നെയുള്ള കാര്യമാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഒരു ഭവനത്തിലുള്ള എല്ലാ ജോലിയും ഒരാൾ തന്നെ ചെയ്യാതെ എല്ലാവർക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓരോരുത്തർക്കും അവരവർക്കാകുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന ജോലികൾ കൊടുക്കുക. ചെറിയ കുട്ടികൾക്ക് പോലും അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പണ്ടുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പ്ലാവിൽ എടുക്കാറാകുമ്പോൾ അത് എടുപ്പിക്കണം. എനിക്ക് കറക്റ്റായിട്ട് വേർഡിങ്സ് ഓർമ്മ വരുന്നില്ല. എന്നാലും ചെറിയ കുട്ടിയാണേലും അതിനെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യം ചെയ്യിക്കണം എന്നുള്ളതാണ് അർത്ഥം. ടോട്ടലി പറഞ്ഞാൽ ഇന്നത്തെ തലമുറയിൽ അധികം പേരും എല്ലാം മക്കളൊക്കെ കുറവാണെന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാം മക്കളെ കൊണ്ടൊന്നും ചെയ്യിക്കാതെയൊക്കെ ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്താകുന്നു, അവർ വളർന്നു വരുമ്പോൾ അവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വരും. തന്നെയല്ല, അവർക്ക് എന്താണെന്നും അറിയാതെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് തിരിച്ചറിയാനുള്ളതും അവർക്ക് ആ സെൽഫ് എക്സ്പീരിയൻസ് ഇല്ലാതെ പോകുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മക്കളെ എല്ലാ കാര്യങ്ങളിലും അവർക്കാകുന്ന രീതിയിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡായാലും വൈഫായാലും അവർ ഈക്വലി ഷെയർ ചെയ്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. അന്യോന്യം നമ്മൾ റെസ്പോൺസിബിലിറ്റിയെ വന്നിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഭവനത്തിൽ ഒരു മേജറായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ചെയ്യാനുള്ളത്. വല്ലപ്പോഴും ഒരിക്കൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. ഒരു പക്ഷേ ക്ലീനിങ് ആയിരിക്കാം, അല്ലെ മെയിൻ്റനൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ വാട്ടർ ടാങ്ക് വാഷ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ വൺസിനെ വരുന്ന കാര്യങ്ങൾ, അതൊക്കെ വന്നിട്ട് നമ്മൾ ഒരാളെ ഹയർ ചെയ്തുകൊണ്ട്, അതായത് ഒരാളെ വിളിച്ച് കൂലി കൊടുത്ത് ചെയ്യിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു നമുക്ക് മുമ്പോട്ട് വരാനുള്ള ദിവസങ്ങളെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം എന്നുള്ളത്. അത് പക്ഷേ ഏർലി ആയിട്ട് ചെയ്യാൻ തുടങ്ങണം. സ്റ്റാർട്ട് പ്ലാനിങ് ഏർലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല പ്രായത്തിൽ തന്നെ നമ്മളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പ്ലാനിങ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യണം. അത് ഇൻഷുറൻസ് എടുക്കുന്നതാകാം, അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ്, അതുപോലെ തന്നെ സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അത് പല കാര്യങ്ങളുണ്ടല്ലോ ഫ്യൂച്ചറിലുള്ള. അതുപോലെ തന്നെ നമ്മളുടെ ഓൾഡ് ഏജ്, നമുക്കറിയില്ല നമ്മൾ എത്ര വർഷം ജീവിക്കും എന്താണെന്നുള്ളത്. എന്നാൽ ഓൾഡ് ഏജിൽ നമ്മളിനി ഒരാളെ ആശ്രയിക്കാതെ, ഇനി ഒരാളുടെ മുമ്പിൽ നമ്മൾ കൈ നീട്ടുമല്ല, ഇനി ഒരാളെ ഡിപ്പെൻഡായി ജീവിക്കാത്ത രീതിയിലുള്ള ഒരു ഇൻകം നമുക്ക് ഉണ്ടാകുന്ന പോലെ നമ്മൾ ഏർലി സ്റ്റേജിൽ തന്നെ അതിന് പ്ലാനിങ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ ലാസ്റ്റിൽ പറയാനായിട്ടുള്ളത്, നമ്മൾ ഒരു എപ്പോഴും സന്തോഷമുള്ളത്, കീപ്പ് എ സ്മൈൽ ഓൺ യുവർ ഫേസ് എന്നുള്ളതാണ്. ബി ഹാപ്പി. ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. നമുക്കറിയാം, ഇപ്പം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ അതായത് ഐ തിങ്ക് ഇൻ 2020 തോന്നുന്നു, US ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ, ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ പോയപ്പം അവിടെ റോബോട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് സപ്ലൈ ചെയ്യുന്നതും എടുക്കുന്നതും എല്ലാം വന്നിട്ട് റോബോട്ടാണ്. അപ്പോൾ നമുക്കറിയാം അവരുടെ ഇന്നിപ്പോൾ അതിനെ കഴിഞ്ഞ് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഓരോ ദിവസത്തിനും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന് അഡ്ജസ്റ്റ് ആകുന്ന രീതിയിൽ നമ്മുടെ മനസ്സിന് ഒരു ട്രെയിനിങ് കൊടുക്കണം. നമ്മുടെ പഴയ രീതിയെ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് മാത്രം വെച്ചുകൊണ്ടിരിക്കാതെ നമ്മൾക്ക് ജീവിതത്തിൽ സ്മൂത്തായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനും ഡെയിലി ലൈഫ് ഏറ്റവും സന്തോഷമായിട്ടിരിക്കുവാനായിട്ടും ഉള്ള
വഴികൾ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് നല്ലൊരു സ്മൈലിംഗ് ഫേസ് ഉണ്ടാകട്ടെ. ബി ഹാപ്പി, എൻജോയ് ദ ഡേ.